everyone, welcome to Decode Microbes. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് ഇവിടെ we are navigating our 4-year UG program. Okay, so let's start. അപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം മുഴുവനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വന്നൊരു പുതിയ സിസ്റ്റമാണ് FYUGP, വിച്ച് ഇസ് 4-year Undergraduate Programme. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ യു ക്യാൻ സീ ഫ്യൂ മെട്രോ ലൈൻസ്, റൈറ്റ്? അപ്പോൾ ഈ മാപ്പിൽ പല ലൈൻസ് കാണുന്നുണ്ട്. അതിൽ മേജർ, മൈനർ, മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് വാല്യൂ ആഡഡ് കോഴ്സസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ലെറ്റ്സ് സീ ഹൗ ദിസ് ജേർണി ആക്ച്വലി വർക്ക്സ് ഫോർ യു പീപ്പിൾ. നമ്മുടെ പാസ്റ്റ് ട്രഡീഷണൽ സിസ്റ്റം ഇറ്റ് വാസ് ലൈക്ക് 3-year ഡ്യൂറേഷനുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഗ്രി ആയിരുന്നു അത്, റൈറ്റ്? അപ്പം ലൈക്ക് മേജറായിട്ട് ഇതിൽ വരുന്നൊരു വ്യത്യാസം, ലൈക്ക് ചിലർ ചോദിക്കും ഇപ്പോൾ അത് പഴയ ഡിഗ്രിയിൽ നിന്ന് എന്താണ് ഇതിൽ ഒരു മാറ്റം വരുന്നത്. ദ മേജർ ഷിഫ്റ്റ് ഈസ് ദ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ദ ഫോക്കസ്. പക്ഷെ നമ്മൾ ട്രഡീഷണൽ സിസ്റ്റം എടുത്താൽ എല്ലാവർക്കും ഒരു ലീനിയർ ട്രാക്കിൽ മാത്രം പോയിട്ടേ ഡിഗ്രി കഴിയുള്ളൂ. സ്ട്രക്ചർ വളരെ റിജിഡാണ്. സോ ദർ ഇസ് നോ ചോയ്സസ്. സോ എന്നാൽ നമ്മുടെ ഈ ന്യൂ 4-year UG പാത്വേ നോക്കും. ഇറ്റ് വാല്യൂസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഇഷ്ടമുള്ള കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. Basically, it's your degree and your rules. So let's break down the tracks. Okay. Yes. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആയി തോന്നുന്ന ഒരു കാര്യം, ഞാൻ 3-year എടുക്കണോ അതോ 4-year എടുക്കണോ? സോ ലെറ്റ്സ് ക്ലിയർ ദാറ്റ് ഡൗട്ട് റൈറ്റ് നൗ. അപ്പോൾ ആദ്യം നമ്മുടെ 3-year പ്രോഗ്രാം നോക്കാം. അപ്പോൾ ടോട്ടൽ 6 semesters ആണ് വരുന്നത്, റൈറ്റ്? ലൈക്ക് ഇത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് BA, BSc, BCom ഡിഗ്രി ഒക്കെ കയ്യിൽ കിട്ടും. അപ്പോൾ ഈ 3-year എക്സിറ്റ് ഡിഗ്രി PSc എക്സാംസിന്, ഹയർ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ്ലി വാലിഡ് ആണ്. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ മൂവ് ടു ദ 4-year പ്രോഗ്രാം. ദർ യുൽ ഹാവ് ടോട്ടൽ 8 semesters. അപ്പോൾ ഇതിന് മെയിനായി 2 ഡിവിഷനാണുള്ളത്. വൺ ഈസ് ഓണേഴ്സ് ഡിഗ്രി, ഇറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഡീപ്പ് സ്കിൽ ഓറിയൻറ്റഡ് ലേണിംഗ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓണേഴ്സ് വിത്ത് റിസർച്ച്. അതിൽ പ്രോജക്റ്റ്, തീസിസ് ആൻഡ് ഡീപ്പ് റിസർച്ച് ഫോക്കസ് ഉള്ള അഡ്വാൻസ്ഡ് ലെവലായിരിക്കും. ഓക്കെ, ഡയറക്റ്റായിട്ട് PhDക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് 4th year വളരെ ഉപകാരമായിരിക്കും. സോ സിമ്പിളായി പറഞ്ഞാൽ 3 years ഫോർ ഇമ്മീഡിയറ്റ് ജോബ്, PSc ട്രാക്ക്, ആൻഡ് 4 year ഫോർ അഡ്വാൻസ്ഡ് മാസ്റ്ററി ആൻഡ് റിസർച്ച്. ഓക്കെ, ഇനി നമ്മൾ സബ്ജക്റ്റ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കണമെന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ സബ്ജക്റ്റ് ഹൈറാർക്കി വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് കോർ ഐറ്റമാണ് മേജർ. അപ്പോൾ നിങ്ങൾ മെയിനായി ഫോക്കസായി പഠിക്കുന്ന പ്രൈമറി സബ്ജക്റ്റ് ലൈക്ക് കെമിസ്ട്രി, എക്കണോമിക്സ്, ലിറ്ററേച്ചർ. ഫോർ ഈ ഒരു PPTയിൽ ഞാൻ എടുത്തത് മൈക്രോബയോളജിയാണ് ആസ് എൻ എക്സാമ്പിൾ. ഓക്കെ, സോ യു ക്യാൻ ടേക്ക് മൈക്രോബയോളജി ഓൾസോ. സെക്കൻഡ് കാറ്റഗറിയാണ് മൈനർ. അപ്പോൾ മേജറിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു സെക്കൻഡറി സ്കിൽ സ്ട്രീമാണ് മൈനർ. ബട്ട് വെയിറ്റ്, നമ്മുടെ സൈഡിൽ യു ക്യാൻ സീ ഇൻ ദ റൈറ്റ് സൈഡ് ഇറ്റ് ഇസ് ഡബിൾ മേജർ. സോ എന്താണ് ഈ ഡബിൾ മേജർ? നിങ്ങൾക്ക് ഒരേ സമയം ഈക്വൽ പ്രയോറിറ്റിയിൽ 2 പ്രൈമറി സബ്ജക്ട്സ് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരേ സമയം എക്കണോമിക്സും മാത്തമാറ്റിക്സും പഠിക്കാം. ഒരേ സമയം യു ക്യാൻ സ്റ്റഡി മൈക്രോബയോളജി ആൻഡ് കെമിസ്ട്രി. ലൈക്ക് ഡ്വെൽ സ്ട്രെങ്ത് ആൻഡ് കരിയർ കോമ്പിനേഷൻസ് ആർ അൺലിമിറ്റഡ് ഹിയർ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദിസ്. ഇനി നമ്മുടെ ഈ സിസ്റ്റം ഈ സബ്ജക്ട്സ് എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, യു ക്യാൻ സീ ദർ ഈസ് സിംഗിൾ മേജർ ഓൺലി. ദാറ്റ് മീൻസ് മൈക്രോബയോളജി ലൈക്ക് ഇതാണ് നമുക്ക് സിംഗിൾ മേജർ. ആൻഡ് വി ഹാവ് മേജർ പ്ലസ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്. ലൈക്ക് നമുക്ക് മൈക്രോബയോളജീൻ്റെ കൂടെ തന്നെ ഡൈവേഴ്സ് സബ്ജക്ട്സും പഠിക്കാം. പിന്നെ മേജർ പ്ലസ് മൈനർ, ഐ ടോൾഡ് യു റൈറ്റ്. മൈക്രോബയോളജീൻ്റെ കൂടെ യു ക്യാൻ ടേക്ക് കെമിസ്ട്രി, യു ക്യാൻ ടേക്ക് എക്കണോമിക്സ്, യു ക്യാൻ ടേക്ക് ലിറ്ററേച്ചർ, ലൈക്ക് ദാറ്റ്. ആൻഡ് മൈക്രോബയോളജി പ്ലസ് വൊക്കേഷണൽ മൈനർ. വൊക്കേഷണൽ മൈനർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള മൈനറാണ്. ഫർദർ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണിച്ചു തരുന്നതായിരിക്കും. ആൻഡ് ഡബിൾ മേജർ ആസ് ഐ ഹവ് ടോൾഡ് യു, മൈക്രോബയോളജി പ്ലസ് കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പ്ലസ് എക്കണോമിക്സ്. ലൈക്ക് 2 സബ്ജക്ട്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നു. ഓക്കെ, now let's see this ഒരു funnel diagram. Like top layer you can see the core subjects and the foundations, right? So ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ബ്രോഡ് എക്സ്പോഷർ ആണ് നമുക്ക് ലഭിക്കുന്നത്. വിവിധ വിഷയങ്ങളിലുള്ള ബേസിക് നോളേജ് ആണ് ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫണൽ നാരോ ആയിട്ട് വരുമ്പം ശ്രദ്ധിക്കുക, അത് മേജർ കോഴ്സസ് ആയി മാറുന്നു. ഇപ്പം നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഡെപ്ത് മെയിൻ ഫോക്കസ് നമ്മുടെ മെയിൻ ഡൊമെയിനിലായിരിക്കും, റൈറ്റ്? സ്പെസിഫിക്കലി ഹിയർ ഇറ്റ് ഇസ് മൈക്രോബയോളജി. ഓക്കെ, ആൻഡ് ഫൈനലി ഫണലിൻ്റെ ബോട്ടം എത്തുമ്പോൾ യു ക്യാൻ സീ സ്പെഷ്യലൈസേഷൻ, റൈറ്റ്? സ്പെഷ്യലൈസേഷൻ ട്രാക്സ്. സോ ദ ബ്രോഡായി തുടങ്ങിയ പിന്നെ ഡയറക്റ്റ് ഫോക്കസായി ലാസ്റ്റ് ലെവൽ എത്തുമ്പോൾ നിങ്ങളാണ് ആ സബ്ജക്റ്റിൽ ഒരു എക്സ്പേർട്ടായി മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പാത്തിൽ ഇരുന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ്, റിസർച്ച് മെത്തഡോളജി, ഡയറക്റ്റ് പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള പാത്വേസ് വിഷ്വലായി കാണുന്നത് പോലെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ,
ഇനി നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ ഏറ്റവും മെയിൻ കറൻസീനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ വാട്ട്സ് ഇറ്റ്സ് ക്രെഡിറ്റ്സ്. അപ്പോൾ എന്താണ് ഈ ക്രെഡിറ്റ്, അത് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? ആൻഡ് ലെറ്റ്സ് മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ബ്ലോക്ക് നോക്കുക, അതാണ് 1 ക്രെഡിറ്റ്. ഇപ്പോൾ ബ്രോഡ്ലി പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ മിനിമം 1 hour ഓഫ് ക്ലാസ് റൂം ലേണിംഗ്, അതായത് മിനിമം 2 hours ഓഫ് പ്രാക്ടിക്കൽ ലാബ് വർക്ക് ആയിരിക്കും. അപ്പോൾ എന്നാൽ റൈറ്റ് സൈഡിൽ വലിയ ബ്ലോക്ക് നോക്കുക, യു ക്യാൻ സീ 4 ക്രെഡിറ്റ് കോഴ്സ്. അപ്പോൾ ഒരു 4 ക്രെഡിറ്റ് കോഴ്സ് എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ സിലബസ് കവറേജ്, എക്സ്റ്റെൻസീവ് റിസർച്ച്, ഇൻറ്റൻസീവ് പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് വർക്ക് ലോഡൊക്കെ ഉണ്ടാവുന്നതാണ് അർത്ഥം. സോ സിമ്പിളായി പറഞ്ഞാൽ മോർ ക്രെഡിറ്റ് മീൻസ് മോർ വെയിറ്റേജ്, മോർ ക്ലാസ്സസ് ആൻഡ് മോർ ഡെപ്ത്. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടോട്ടൽ ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ക്രെഡിറ്റ് സ്കോറിംഗ് അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞു, റിസൾട്ട് എങ്ങനെ വരും, ഇവാലുവേഷൻ എങ്ങനെയായിരിക്കും, ആൻഡ് ടോട്ടൽ 100 മാർക്സ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ ഈ ബ്ലൂ കളർ ചാർട്ടിൽ ചങ്ക് യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ് 30% ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആണ്. അതായത് 30 മാർക്സ് നമ്മുടെ കോളേജിൽ തന്നെയുള്ള കണ്ടിന്യൂസ് ഇവാലുവേഷൻ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അസൈൻമെൻറ്റ്സ്, ക്ലാസ് ടെസ്റ്റ്, സെമിനാർസ്, അറ്റൻഡൻസ്, പ്രാക്ടിക്കൽ പെർഫോമൻസ്, ഇതൊക്കെ നോക്കിയിട്ടാണ്. സോ കോളേജിൽ ആക്റ്റീവായി നിന്നാൽ ഈ 30 മാർക്സ് സ്കോർ ചെയ്യാൻ സിമ്പിളാണ്. ബാക്കിയുള്ള 70% ഇറ്റ്സ് എക്സ്റ്റേർണൽ എക്സാമിനേഷൻ. സെമിസ്റ്ററിൻ്റെ അവസാനം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഫോർമൽ റിട്ടേൺ ആയിട്ടുള്ള എക്സാം ആയിരിക്കും. ഷോർട്ടായി പറഞ്ഞാൽ കോളേജിലെ ഡൈനാമിക് ലേണിങ്ങും യൂണിവേഴ്സിറ്റിയിലെ എക്സാംസും തമ്മിലുള്ള പെർഫെക്റ്റ് ബാലൻസ് ആണിത്. ഓക്കെ, ഇപ്പോൾ ഡിഗ്രിയിൽ നമ്മൾ കാണാൻ പോകുന്നൊരു ചില അബ്രീവിയേഷൻസ് ആൻഡ് ടെക്നിക്കൽ ടേംസ് ഞാൻ പറഞ്ഞുതരാം. സോ പ്ലീസ് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ ദ ഫസ്റ്റ് ലേബിൾ ഈസ് AEC, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. ഇത് മെയിനായി പറഞ്ഞാൽ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബേസിക് ഫങ്ഷണൽ റൈറ്റിംഗ് ബിൽഡ് ചെയ്യാനുള്ളതാണ്. സെക്കൻഡ് ഈസ് MDC, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. അപ്പോൾ ഇതാണ് റിയൽ ഗെയിം ചേഞ്ചർ. നിങ്ങൾ പഠിക്കുന്ന മേജർ സ്ട്രീമിൽ നിന്ന് മാറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡൊമെയിനിലെ സബ്ജക്ട്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ലൈക്ക് സയൻസ് സ്റ്റുഡൻസിന് ഇഷ്ടമുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ആർട്സ് സബ്ജക്ട്സ് ഒക്കെ എടുത്തിട്ട് പഠിക്കാൻ പറ്റും. തേർഡ് ഈസ് VAC, വാല്യൂ ആഡഡ് കോഴ്സ്. അപ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റൽ അവെയർനെസ്, എത്തിക്സ്, ലോക്കൽ സ്റ്റഡീസ്, ഡിജിറ്റൽ ലിറ്ററസി അങ്ങനെയൊക്കെ വളർത്തുന്ന ഡൈനാമിക് മൊഡ്യൂൾസ് ആണിത്. ആൻഡ് ഫൈനലി ദ ഓറഞ്ച് ഹൈലൈറ്റഡ് വൺ ഈസ് SEC, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. ഇത് ജോബ്സിനും എംപ്ലോയബിലിറ്റിക്കും ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റോബോട്ടിക്സ് ഓർ ഡാറ്റ അനാലിസിസ് പോലെയുള്ള ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ്, പിന്നെ ഇൻഡസ്ട്രി റെഡി ആവാൻ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു നല്ലൊരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് SEC. ഓക്കെ, ബുക്കിഷ് നോളേജ് മാത്രം പോരല്ലോ, ലൈവ് ലേണിങ്ങും വേണ്ടേ. അതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ ദ പ്രാക്ടിക്കൽ ഈക്കോ സിസ്റ്റം എന്ന സൂപ്പർ അപ്ഡേറ്റ് ഉള്ളത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ FYUGP സ്റ്റുഡിയോ കോൺസെപ്റ്റ്. ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെറ്റപ്സ് കാണും. ലാബ് ട്രെയിനിങ്, ഫീൽഡ് വർക്ക്സ്, ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ്, ഇൻഡസ്ട്രി അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ ഇതിലെ പ്രിൻസിപ്പൽ പില്ലേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ വൺ ഈസ് ഇൻറ്റേൺഷിപ്പ്. സോ ട്രെയിനിങ് ഇൻ എ വർക്കിംഗ് എൻവിറോൺമെൻറ്റ്, നിങ്ങൾ പഠിച്ച തിയറി ഒരു റിയൽ പ്രൊഫഷണൽ ഓർഗനൈസേഷനിൽ പോയി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണത്, റൈറ്റ്? ആൻഡ് മിനി ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ്. See a standalone project for updating a degree, ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓർ ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്ത് ക്ലിയർ ഡാറ്റ ആൻഡ് ഫൈൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ വർക്കാണിത്. സോ പ്യുവർ ടെക്സ്റ്റ് ബുക്ക് ലേണിങ്ങിൽ നിന്ന് മാറി ഹാൻഡ്സ് ഓൺ വർക്ക് സ്പേസ് എക്സ്പോഷറിലേക്ക് വരുന്നൊരു മാറ്റമാണിത്. ഇനി നമ്മുടെ റോഡ് മാപ്പിലേക്ക് വരാം. സോ Year 1 ആൻഡ് Year 2 ഈ ഫേസിൽ നമ്മൾ ഫൗണ്ടേഷൻ ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രോഡ് എക്സ്പോഷർ തരുന്ന ഫൗണ്ടേഷൻ സ്ട്രീംസ്, ബേസിക് കോഡ് കോൺസെപ്റ്റ്, ഇൻട്രൊഡക്ടറി മൊഡ്യൂൾസ് ആയിരിക്കും ഇവിടെ. ലൈക്ക് ഇൻ സെമിസ്റ്റർ 1 ഫോർ എക്സാമ്പിൾ യു വിൽ സ്റ്റഡി ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജി, and in semester 2 like basic techniques in microbiology, and in semester 3 and 4 ഇവിടെ എത്തുമ്പോഴേക്കും ലേണിംഗ് കുറച്ചും കൂടി ഫിൽട്ടർ ആവും. ഫൗണ്ടേഷൻ സ്റ്റെപ്സിൽ നിന്ന് മുന്നോട്ട് പോയി പ്രോഗ്രസീവ് കോർ പാത്വേസിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സോ മൈനർ കോഴ്സസ് ഡൈനാമിക് ആയി മാറി തുടങ്ങുന്നത് ഈ ഇൻ്റർമീഡിയറ്റ് ഫേസിലാണ്. ഓക്കെ, റൈറ്റ്. As you can see the example, microbial physiology and metabolism ഒക്കെ നമ്മൾ SEM 3 പഠിക്കുന്നുണ്ട്. SEM 4 environmental micro, soil micro and mold bio, like that. Yes, and now
ഇനി അഡ്വാൻസ്ഡ് ലെവൽസ് ഇയർ 3 ആൻഡ് ഇയർ 4. സോ ഇൻ സെമിസ്റ്റർ 5 ആൻഡ് സെമിസ്റ്റർ 6 ഫോക്കസ്ഡ് എക്സിക്യൂഷൻ ലെവൽ. നമ്മൾ ആദ്യ സ്ലൈഡിൽ പറഞ്ഞ മേജർ സബ്ജക്ട്സിൽ കംപ്ലീറ്റ് മാസ്റ്ററി എടുക്കുന്ന ഫേസാണിത്. ഓക്കെ, സബ്സ്റ്റാൻഷ്യൽ റിസർച്ച് മെത്തഡോളജി ബേസിക്സ് ആൻഡ് കോർ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് 3 ഇയർ എക്സിറ്റ് അടിക്കണം എങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് UG ഡിഗ്രി വാങ്ങി കരിയർ ആൻഡ് ജോബ് ട്രാക്സിലേക്ക് പോകാം. ഇനി സെമിസ്റ്റർ 7 ആൻഡ് 8 പക്ഷേ നിങ്ങൾ 4th ഇയർ യൂണീക്ക് റൂട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ റെഡി ആണെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ മേജർ മൈൽ സ്റ്റോൺ ഇവിടെ സ്പ്ലിറ്റ് ആവുന്നത്. സോ വിഷ്വലായി ശ്രദ്ധിച്ചാൽ അറിയാം, മുകളിൽ സെമിസ്റ്റർ 8 അതായത് ഓണേഴ്സ് അഡ്വാൻസ്ഡ് കോഴ്സ് പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രിയൽ ഫോക്കസ് നമുക്ക് എടുക്കാം. താഴെയുള്ളൊരു ബിഗ് സർക്കിൾ ലൈക്ക് സെമിസ്റ്റർ 8 ഓണേഴ്സ് വിത്ത് റിസർച്ച്, ഇവിടെ അഡ്വാൻസ് സ്പെഷ്യലൈസ്ഡ് സ്റ്റഡീസിൻ്റെ കൂടെ ഇൻഡിപെൻഡൻറ്റ് മാസ്റ്റർ ലെവൽ റിസർച്ച് പ്രോജക്റ്റ് എക്സിക്യൂഷൻ, ഡാറ്റ അനാലിസിസ്, തീസിസ് പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഹയർ എഡ്യൂക്കേഷൻ പാർട്സ് ഓപ്പണായി ചെയ്യാനത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഓൾ റൈറ്റ്, ഫൈനൽ സ്ലൈഡിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ എല്ലാവരും മൈൻഡിൽ വെക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഞാൻ പറയാം. 4th ഇയർ ഇസ് നോട്ട് കമ്പൽസറി. ഏത് സ്റ്റുഡൻറ്റിനും 3 ഇയർ കഴിയുമ്പോൾ നോർമൽ അണ്ടർ ഗ്രാജുവേറ്റ് എക്സിറ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ചോയ്സ് പോലെ വാലിഡ് ഡിഗ്രി തന്നെ ആയിരിക്കും അതും. സോ നോ മൈനറിങ് ഇൻ യുവർ മേജർ. നിങ്ങൾ മേജർ സബ്ജക്റ്റായി ചൂസ് ചെയ്ത ആ ഒരു ഡൊമെയിനിൽ തന്നെ നിങ്ങൾക്ക് മൈനർ സ്ട്രീംസ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. സപ്പോസ് നിങ്ങളുടെ മേജർ മൈക്രോബയോളജിയാണ്, യു കെൻ നോട്ട് ടേക്ക് മൈനർ ഇൻ മൈക്രോബയോളജി. ഇൻ്റർ ഡിസിപ്ലിനറി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സെക്കൻഡറി സ്ട്രീംസിൽ ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്ന് നിങ്ങൾ തുടങ്ങണം. ഓക്കെ, റൂൾ നമ്പർ 3, electives ആർ മാൻഡേറ്ററി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിലും സ്പെസിഫൈഡ് ക്രെഡിറ്റ്സിന് വേണ്ടി റെഗുലർ കോഴ്സ് സ്കിൽ ബേസ്ഡ് ഓർ വൊക്കേഷണൽ എലക്റ്റീവ്സ് മാൻഡേറ്ററി ആയി ഓപ്റ്റ് ചെയ്തേ പറ്റൂ. സോ ഇൻസൈഡ് ലിമിറ്റ്സ് ഫ്രീഡം മാക്സിമം യൂസ് ചെയ്യാനുള്ള സ്കോപ്പും പുതിയ സിസ്റ്റത്തിലുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇനിയും വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു, ബൈ ബൈ.